ഹലോ, ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം സൂവിലാണ് കേട്ടോ. രാവിലെ 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്കാണ് നമ്മളിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയത് ക്യാൻറ്റീനിലോട്ടാണേ. അവിടെ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ പൈസയും ഒന്നും ആയില്ല. ആദ്യം തന്നെ നമ്മൾ പോയത് കുറേ ജലപക്ഷികളെ കാണാനാണ് കേട്ടോ. ഒരുപാട് പല ടൈപ്പിലുള്ള ജലപക്ഷികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എരണ്ട, താറാവ്, അരയന്നം, അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് അവിടെ ഉള്ളത്. അവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ വഞ്ചി അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ പക്ഷികൾ ഒരുമിച്ച് കാണുന്നതും ഒരു രസം തന്നെയല്ലേ. കുറേ പേര് വെള്ളത്തിലാണെങ്കിൽ കുറേ പേര് കരയിൽ റെസ്റ്റിലാണ്. കുറേ പേരൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ നീർനായ. വെള്ളത്തിൽ ഒന്നേ കണ്ടുള്ളൂ. പിന്നെ ഇപ്പം നോക്കിയപ്പോഴാണ് 4 എണ്ണം ഉണ്ട് കരയിൽ കയറി കിടക്കുന്നത്. വെള്ളത്തിൽ കളിച്ച് മടുത്തിട്ട് വെയിൽ കായാൻ കിടക്കുമെന്ന് തോന്നുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ടെൻഷൻ ഉണ്ടെന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പോലെ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവരുടെ നടത്തം കാണാൻ രസമാണേ. ഈ കിടന്നുറങ്ങണ മുതലിനെ കണ്ടോ? ആൾ നല്ല ഉറക്കമായുണ്ട്. പുള്ളിൻ്റെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് പറഞ്ഞപ്പോൾ ഓർത്ത് നമ്മൾ ചാക്കോച്ചൻ്റെ പുതിയ പടമില്ലേ ഗിറോ, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണേ. പുള്ളി ഇവിടെ കിടന്നുറങ്ങട്ടെ, നമുക്കധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. ഇതിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സ്വന്തം യമക്കുട്ടൻ. വന്ന ഹിപ്പോക്കുട്ടനെ കണ്ടോ മോളെ? ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ ഉള്ളൂ, അവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് 3 എണ്ണം. തീറ്റ കണ്ടപ്പോഴേക്കും ഓടി വന്നണ്ട. ഈ വന്യ ആൾക്ക് നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു. നടക്കാനൊക്കെ എന്താ പാടെന്ന് പറയാം. ആ ഫുഡിൻ്റെ മഴ അടിച്ചപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് ആൾക്കാർ കയറി വന്നു തുടങ്ങി.
ഇതിൻ്റെ പേരാണ് കൃഷ്ണമൃഗം. നമ്മുടെ ആൻറ്റിയൊക്കെ പറയത്തപ്പെട്ട എന്താ സംഭവമാണ്. എൻ്റെ കൊമ്പ് കണ്ടോ, എൻ്റെ കൊമ്പാണ് എൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെയൊക്കെ കാലയളവും പേരും പിന്നെ ഇപ്പോൾ കഴിക്കുന്ന ഫുഡും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി സാധനമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിന്. പിന്നെ ബ്രഹ്മറിയ എന്നാട്ടോ അതിൻ്റെ പേര്. ഇത് അതിനെ കണ്ട ബ്രഹ്മറിയയുടെ തന്നെ വേറെ കളർ ചേഞ്ചാണ്. അത് ഇരിക്കുന്നത് കണ്ടോ, പ്രത്യേക സ്റ്റൈലിലാട്ടോ ഇരിക്കണേ. ഇതാണ് കാട്ടുപോത്ത്. എൻ്റെ സൈസ് നോക്കി, അമ്പോ എൻ്റെ ഒരു കുത്ത് കിട്ടി അത് തീർന്നു. ഇവിടെ അനിമൽസും ബേർഡ്സും മാത്രമല്ല കേട്ടുള്ളൂ, പേരറിയാത്ത ഒരുപാട് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2-3 മണിക്കൂർ നമുക്ക് ചുറ്റി കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചായയും സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. കാശ് കൊടുക്കണം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് മക്കളെ മെയിനായിട്ടുള്ള ഐറ്റം വന്നത്. അരിക്കണ ഇരിപ്പുണ്ടാ, പുള്ളിപ്പുലിയാണ് മോനെ. ആ ഇരിപ്പും ആ ചാട്ടവും ആ നടത്തവും എൻ്റെ പൊന്നോ അതൊരിടുപ്പ് തന്നെയാണേ. പുള്ളീനെ മനസ്സിലായോ? ഇതാണ് ഹൈന. പുള്ളിക്ക് ഇന്നെ അടങ്ങി ഒതുങ്ങിയിരുന്ന ശീലമൊന്നുമില്ല. ആ ഹൈനേൻ്റെ പുറകടപ്പാണ് ഇവൻ്റെ പണി. അവൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതാണ് ഇവൻ്റെ പണി. കണ്ട
രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തുടങ്ങിയതാട്ടോ നമ്മൾ. ഇപ്പോൾ സമയം ഉച്ചയായി. 2-3 മണിക്കൂർ നടന്ന് കാണാനുള്ളത് ചെയ്യുന്നത് ഒട്ടും നഷ്ടമാവില്ല. ഒരുപാട് ജംഗിൾ സഫാരിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര അനിമൽസിന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചും കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.